റോ എക്കലോൺ ഫോം ആൻഡ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം. സോ ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ REF ആൻഡ് RREF എങ്ങനെ കാണും എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ REF റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമും അതുപോലെ തന്നെ റോ എക്കലോൺ ഫോം RREF REF. ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യും. റോ ഓപ്പറേഷൻസ് ചെയ്തിട്ട് മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലീഡിങ് എലമെന്റ് അല്ലെ പിവറ്റ് എലമെന്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്, ഏതൊരു റോ എടുത്തു കഴിഞ്ഞാലും അതിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെയാണ് നമ്മൾ ലീഡിങ് എലമെന്റ് എന്ന് പറയുന്നത്. സീറോ അല്ല, നോൺ സീറോ എലമെന്റ്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് സപ്പോസ് 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെക്കൻഡ് റോയിൽ ലീഡ് ചെയ്യേണ്ടത് സ്റ്റെപ്പ് വൈസ് ഇവിടെ ആയിരിക്കണം. മീൻസ് സെക്കൻഡ് എലമെന്റ്, അതായത് ഇവിടെ ലീഡ് ചെയ്യാൻ പാടില്ല. ലീഡ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ് 0 ആയിരിക്കണം. സോ ഇവിടെ ആയിരിക്കും ലീഡ് ചെയ്യുക. സപ്പോസ് ഇത് നോൺ സീറോ ആയിട്ട് 2 കിട്ടി റെഡ്യൂസ് ചെയ്തപ്പോൾ. ഇവിടെയൊക്കെ എന്തായാലും കുഴപ്പമില്ല. ലീഡ് ചെയ്യുന്ന ആള് ഇവിടെ ലീഡ് ചെയ്ത സെക്കൻഡ് ലീഡ് ചെയ്യേണ്ടത് സ്റ്റെപ്പ് വൈസ് ഇവിടെ ആയിരിക്കണം. സോ അതുകൊണ്ട് തന്നെ ഇത് 0 ആയിരിക്കണം. ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോൺ സീറോ ആണ്. ഫസ്റ്റ് നോൺ സീറോ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഇത് 0 ആയിരിക്കണം. ഇനി തേർഡ് റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത ആള് സ്റ്റെപ്പ് വൈസ് ലീഡ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഞാനിപ്പോൾ എടുത്തത് 3x3 മെട്രിക്സ് ആണ്. സോ ഫസ്റ്റ് ലീഡ് ചെയ്ത ആള് A11, നെക്സ്റ്റ് ഉള്ളത് A22, ഇത് A33. ഇങ്ങനെയാണ് ലീഡ് പോകേണ്ടത്. ഇനി ഇവിടെ ലീഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയാ ലീഡ് ചെയ്യാവും. സപ്പോസ് ഇത് നോൺ സീറോ ആയിട്ട് 3 കിട്ടി. അങ്ങനെയാണ് ഇത് ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഈ റോയിൽ ഇവിടെയാണ് കിട്ടുന്നതെങ്കിൽ ഇവരൊക്കെ 0 ആയിരിക്കണം. സോ ഇത് റോ എക്കലോൺ ഫോമിന്റെ കണ്ടീഷൻ ആണ്. ലീഡിങ് എലമെന്റ്, അതായത് ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്, ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരണം. അതായത് ഫസ്റ്റ് റോയിലെ നോൺ സീറോ എലമെന്റിന്റെ താഴെയായിട്ട് ഒരു 0 എലമെന്റ് ആയിരിക്കണം. അതായത് ഫസ്റ്റ് റോയിലെ ലീഡിങ് എലമെന്റിന്റെ താഴെ എലമെന്റ് ലീഡ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ തൊട്ടടുത്ത എലമെന്റ് ആയിരിക്കണം ലീഡ് ചെയ്യേണ്ടത്. ആൻഡ് തേർഡ് റോയിലേക്ക് വരുവാണെങ്കിൽ സെക്കൻഡ് റോയിലെ ലീഡിങ് എലമെന്റ് താഴെയൊന്നും ലീഡ് ചെയ്യാൻ പാടില്ല. ഇതിന് തൊട്ടടുത്തായിട്ട് ലീഡ് ചെയ്യണം. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കണം ലീഡിങ് എലമെന്റ് പോകുന്നത്, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്. ഇനിയുള്ളത് റോ എക്കലോൺ ഫോമിലെ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്. ലീഡിങ് എലമെന്റ് ഇങ്ങനെ വരണം. ലീഡിങ് എലമെന്റ് 1 ആവണമെന്ന് റോ എക്കലോൺ ഫോമിൽ REF നിർബന്ധമില്ല. ലീഡിങ് എലമെന്റ് നോൺ സീറോ എലമെന്റ് ആവണമെന്നേ ഉള്ളൂ. അതിനാണ് നമ്മൾ ലീഡിങ് എലമെന്റ് എന്ന് പറയുന്നത്. സോ REF 1 ആവണമെന്ന് നിർബന്ധമില്ല. നമുക്കിനി ലീഡിങ് എലമെന്റ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സപ്പോസ് നമുക്ക് ഇവിടെ ലീഡ് ചെയ്യുന്നില്ല എങ്കിൽ 0 ആയിട്ടാണല്ലോ കിട്ടുക. അതായത് 0 റോ ആയിട്ടുണ്ടാവും. 0 റോ വരുന്നുണ്ടെങ്കിൽ, അതായത് കംപ്ലീറ്റ് 0 ആയിട്ടുള്ള റോ വരുന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ആയിരിക്കണം വരേണ്ടത്. സോ ഒരു മെട്രിക്സിലെ ഏറ്റവും അവസാനത്തെ റോ ആയിരിക്കണം 0 റോ എന്ന് പറയുന്നത്. ബാക്കി നോൺ സീറോ റോ ഒക്കെ ഇതിന്റെ മുകളിലായിട്ട് വരണം. സോ 0 റോസ് എപ്പോഴും താഴെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ലീഡിങ് എലമെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലീഡ് ചെയ്യും. അതാണ് റോ എക്കലോൺ ഫോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടണം. ഇനി റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം അഥവാ RREF വന്നു കഴിഞ്ഞാൽ RREFന്റെ പ്രത്യേകത REFിലായിരിക്കണം. ഫസ്റ്റ് ഇത് REFിലായിരിക്കണം. അതായത് ലീഡിങ് എലമെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ വരണം. ആൻഡ് 0 റോ ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനം മാത്രമേ 0 റോസ് ഉണ്ടാവാൻ പാടുള്ളൂ. RREF REF ആയിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് REFിലായിരിക്കണം. ആൻഡ് ഇവിടെയുള്ള പ്രത്യേകത, ഇവിടെയുള്ള ലീഡിങ് എലമെന്റ് അല്ലെങ്കിൽ പൈവേർഡ്സ്, ലീഡിങ് എലമെന്റ് 1 ആയിരിക്കണം. നിർബന്ധമായിട്ടും ലീഡിങ് എലമെന്റ് 1 ആയിരിക്കണം. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ REF കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ RREFിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് റോ R2 അതിനെ നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ R2/2 ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഈ എലമെന്റ് നമുക്ക് 1 ആയിട്ട് കിട്ടും. ആൻഡ് തേർഡ് റോ R3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എലമെന്റും 1 ആയിട്ട് കിട്ടും. സോ ലീഡിങ് എലമെന്റ് മസ്റ്റ് ബി 1. ലീഡിങ് എലമെന്റ് 1 ആയിരിക്കണം RREFിൽ. അപ്പോൾ ഇതാണ് ഒരു എക്സ്ട്രാ കണ്ടീഷൻ. ആൻഡ് ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. ലീഡിങ് എലമെന്റ് വരുന്ന ആ കോളം, ലീഡ് ചെയ്യുന്ന എലമെന്റ് വരുന്ന ഈ കോളം, സപ്പോസ് ഇങ്ങനെയാണ് ലീഡിങ് ഇങ്ങനെ പോവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇനി സപ്പോസ് ഇവിടെ ലീഡ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ആളായിരിക്കും ലീഡ് ചെയ്യുക. എങ്ങനെയായാലും ഇതിന്റെ ഈ സൈഡിലേക്കാണ് ലീഡ് പോകുന്നത്. സോ ലീഡിങ് എലമെന്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ലീഡിങ് എലമെന്റ് ഉള്ള കോളത്തിൽ ഈ ലീഡിങ് എലമെന്റ് മാത്രമേ നോൺ സീറോ ആയിട്ട് നിൽക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാവരും 0 ആയിട്ട് നിൽക്കണം.
സോ ഇത് മാത്രമേ ലീഡ് ചെയ്യാൻ പാടുള്ളൂ, ബാക്കി എല്ലാവരും 0 ആയിരിക്കണം. സോ ഇതാണ് നോൺ സീറോ ആയിട്ട് നിൽക്കുക. പൈവേർഡ്സ് ഉള്ള കോളത്തിൽ അത് മാത്രമേ നോൺ സീറോ ഉണ്ടാവും, ബാക്കി കോളത്തിൽ എല്ലാവരും 0 ആയിരിക്കണം. അതാണ് RREFന്റെ നെക്സ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത്. സോ RREFിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് REFിലായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ലീഡിങ് എലമെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ വരണം. ആൻഡ് 0 റോസ് ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനം റോ ആയിരിക്കും 0 റോ ഉണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇവിടെ ഈ പൈവറ്റ് എലമെന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. നിർബന്ധമായിട്ടും ലീഡിങ് എലമെന്റ് 1 ആയിരിക്കണം. REFിൽ അത് നിർബന്ധമില്ല, ഇവിടെ നിർബന്ധമാണ്. ആൻഡ് ലീഡിങ് എലമെന്റ് ഉള്ള കോളത്തിൽ അത് മാത്രമേ നോൺ സീറോ ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ, ബാക്കി എല്ലാവരും 0 ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 1 2 3 4 ആൻഡ് 0 1 1 2 ആൻഡ് 0 0 1 0 0 0 0 0. ഓക്കെ, ഇതാണ് എൻ്റെ മെട്രിക്സ് എങ്കിൽ ഇതിപ്പോൾ REFിലാണുള്ളത്, ഇത് REFിലാണുള്ളത്. മീൻസ് റോ എക്ലോൺ ഫോമിലാണുള്ളത്. അതായത് ലീഡിങ് എലമെന്റ് ഇവിടെ ലീഡ് ചെയ്തു, ഇനി നെക്സ്റ്റ് ലീഡ് ചെയ്തത് ഇവിടെയാണ് ലീഡ് ചെയ്തു, നെക്സ്റ്റ് ലീഡിങ് വരേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെയാണ് ലീഡ് ചെയ്തു. അടുത്ത ആൾ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ലീഡ് ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ലീഡ് ചെയ്യണം. ആൻഡ് 0 റോസ് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം വരണം, വന്നിട്ടുണ്ട്. സോ ഇത് REFിലാണ്. എന്നാൽ ഇത് RREFിൽ അല്ല, ഇത് RREFിലല്ല. എന്തുകൊണ്ടാണ്? RREFിലാണെന്നുണ്ടെങ്കിൽ പൈവേർഡ്സ് ഒക്കെ 1 ആയിരിക്കണം. കറക്റ്റ് 1 ആണ്, എല്ലാ പൈവേർഡ്സും ലീഡ് ചെയ്ത എല്ലാവരും 1 ആണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണ്. നെക്സ്റ്റ് വരേണ്ടത് ഈ പൈവേർഡ്സ് ഉള്ള കോളത്തിൽ ബാക്കി എല്ലാവരും 0 ആയിരിക്കണം. ഇവിടെ പൈവേർട്ട് ഉണ്ട്, ഈ കോളത്തിൽ ബാക്കി എല്ലാവരും 0 ആണ്. ഓക്കെ, ഇവിടെയും പൈവേർട്ട് ഉണ്ട്, എന്നാൽ ഇവിടെ ഇയാൾ 0 അല്ല, ഇയാൾ 0 ആക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ RREFിൽ എത്തൂ. അതേപോലെ തന്നെ ഇതാ ഇവിടെയും പൈവേർട്ട് ഉണ്ട്, എന്നാൽ ഇവിടെ നോൺ സീറോ ആയിട്ട് 1ഉം 3ഉം കൂടെ ഉണ്ട്. സോ ഈ 2 3 1 ഇവരെ കൂടെ നമ്മൾ 0 ആക്കുവാണെങ്കിൽ ഇത് RREFിൽ എത്തി. പൈവേർഡ്സ് ഉള്ള കോളം മാത്രം നോക്കിയാൽ മതി. പൈവേർഡ്സ് ഉള്ള കോളത്തിൽ പൈവേർഡ്സ് 1 ആയിരിക്കണം ആൻഡ് കോളത്തിലെ ബാക്കി എല്ലാവരും 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് കൂടെ 2 3 1 എന്ന് പറയുന്ന എലമെന്റിനെ കൂടെ 0 ആക്കിയാൽ, ഇവരെ കൂടെ 0 ആക്കി കളഞ്ഞാൽ, ഇവർ പൈവേർഡ്സ് ഉള്ള കോളത്തിലാണ് ഉള്ളത്. സോ ഇവരെ കൂടെ 0 ആക്കി കഴിഞ്ഞാൽ ഇത് RREFിലാണെന്ന് പറയാം. സോ അതാണ് REFും RREFും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മെട്രിക്സ് എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ REFിലേക്കും അതുപോലെ തന്നെ RREFിലേക്കും മാറ്റി നോക്കാം. സോ ഫസ്റ്റ് ചെയ്യുന്നത് ഇതിന് ഇക്വാലന്റ് ആയിട്ട് ഞാൻ എന്ത് വേണം, ഫസ്റ്റ് എലമെന്റ് ഇവിടെ 1 ആണ്. സോ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, ഇത് ലീഡ് ചെയ്തു, ഇതാണ് ഫസ്റ്റ് റോയിലെ ലീഡിങ് എലമെന്റ്. ഇനി സെക്കൻഡ് റോയിൽ വരേണ്ടത് ഇവിടെ വരണം. ഇവിടെ വന്നിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് ഇവിടത്തേക്ക് പോകണം. സോ ഇവിടെ ലീഡ് ചെയ്യാൻ പാടില്ല, 2ഉം ലീഡ് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ 4ഉം. ഫസ്റ്റ് റോയിൽ ഇത് ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റോയിൽ ഇവിടെ വരണം. സെക്കൻഡ് റോയിൽ ഇത് ലീഡിങ് ആണെങ്കിൽ ഇവിടെ രണ്ടുപേരും 0 ആവണം. നമുക്ക് ആദ്യം ഇവരെ രണ്ടുപേരെയും 0 ആക്കാം, അതാണ് ഫസ്റ്റ് വേണ്ടത്. ഓക്കെ, സോ അവരെ രണ്ടുപേരെയും 0 ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് R2ഉം R3ഉം ആണ്. സോ R2 എന്ത് ചേഞ്ച് വേണം? R2 ഗിവ്സ് R2നെ 0 ആക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോയില് R1 1 ഉണ്ട്, ഇവിടെ 1 യൂസ് ചെയ്തിട്ട് 2നെ 0 ആക്കാൻ അറിയാലോ. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 2 ആവും. സോ 2 മൈനസ് 2 ചെയ്താൽ ഇത് 0 ആവും. അതുപോലെ തന്നെ 4 0 ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് മൈനസ് ചെയ്യാം. സോ ഈ ഫസ്റ്റ് ലീഡിങ് എലമെന്റ് 1 ആക്കി വെക്കുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. സോ R2നെ ഞാൻ ചെയ്തത് R2 മൈനസ് 2R1 ആണ്. R1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, R2 ആയിട്ട് മൈനസ് ചെയ്തു, 2 മൈനസ് 2 നമുക്ക് 0 കിട്ടും. ഇനി നമുക്ക് R3യിൽ ചെയ്യേണ്ടത് R3 മൈനസ് 4R1 ആണ്. സെയിം മെത്തേഡ് തന്നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ R1ന് ഒരു ചേഞ്ചും ഇല്ല, R1 അങ്ങനെ തന്നെ വെച്ചു. R2ന് ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ചെയ്യാം, ഓപ്പറേഷൻ R2 മൈനസ് 2R1, 2 മൈനസ് 2 ഇൻറ്റു 1 0 ആയി. 5 മൈനസ് 4 ഇൻറ്റു 2, 5 മൈനസ് 8 എന്നാവും. സോ മൈനസ് 3 ആൻഡ് 1 മൈനസ് 2 ഇൻറ്റു 2, 1 മൈനസ് 4 എന്നാവും, മൈനസ് 3
5 minus 2, 3. 3. നെക്സ്റ്റ് ചെയ്യുന്നത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 4 minus 4, 0. 10 minus 4 into 4, 10 minus 16 എന്ന് വരും. അപ്പോൾ minus 6. minus 1 minus 2 into 2, minus 1 minus 4 എന്നാവും, minus 5. and 1 minus 4, that is minus 3. oh, sorry, ഇത് minus 1, okay. minus 1 minus 8 ആണ്, minus 9 എന്നാവും. minus 1 ഇവിടെ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, minus 1 minus 8. so minus 9 ആവും. ഇത് 10 minus 16 കറക്റ്റ് ആണ്. സോ ഇതാണ് കിട്ടുക. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഇത് ലീഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇവിടെ നോൺ സീറോ ആണ് കിട്ടിയിരിക്കുന്നത്, -3 നോൺ സീറോ ആണ്. സോ അടുത്ത ആൾ ലീഡ് ചെയ്തു, ഇവിടെ ഇയാൾ ലീഡ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വന്ന ഇവിടെ ലീഡ് ചെയ്തിട്ടുണ്ട്. -3 അങ്ങനെ തന്നെ വെച്ച് കുഴപ്പമൊന്നുമില്ല, ഇതിനെ 1 ആക്കണമെന്ന് ഒരു നിർബന്ധവും ലീഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആൾ ലീഡ് ചെയ്യേണ്ടത് ഇവിടെയാണ്, ഏത് -9 അല്ലെങ്കിൽ -3യിലേക്കും പോവാം. എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതിന്റെ താഴെ ലീഡ് ചെയ്യാൻ പാടില്ല, അതായത് -6നെ നമുക്ക് 0 ആക്കണം. സോ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് -6നെ 0 ആക്കുക എന്നുള്ളതാണ്. സോ ഈ സിമ്പൽ ഇടുന്നത് നമ്മൾ ഒറിജിനൽ മെട്രിക്സുമായിട്ട് ഇക്വാലന്റ് ആണ് ഇനി ചെയ്യുന്നതെല്ലാം, റിഡക്ഷൻ ചെയ്യുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇക്വാലൻസിന്റെ സിമ്പൽ ഇട്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് റോ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, സെക്കൻഡ് റോനെയും നമ്മളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, തേർഡ് റോനെയാണ് മാറ്റുന്നത്. തേർഡ് റോ എന്ത് ചെയ്താൽ മതി, R3, ഇത് -6 ആണ്, മുകളിൽ -3 ഉണ്ട്. സോ R3 -2 into R2 ചെയ്താൽ പോരെ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ഓൾറെഡി -6 ആവും. -6 minus -6 0 ആയല്ലോ. സോ നമുക്ക് ഇതാണ് ഓപ്പറേഷൻ. 0 -2 into 0 ചെയ്താൽ ഒരു കുഴപ്പമില്ല, അതുകൊണ്ടാണ് R2 തന്നെ യൂസ് ചെയ്യുക. R1 യൂസ് ചെയ്യുമ്പോൾ ഈ 1ന്റെ ചേഞ്ച് ഇവിടെ വരും. അപ്പോൾ R2 തന്നെ യൂസ് ചെയ്യുക. R2ന് ഫസ്റ്റ് എലമെന്റിന്റെ മുകളിൽ ഒന്നുമില്ല. സെക്കൻഡ് എലമെന്റ് -6 -2 into -3. സോ -6 + 6 0 ആയി. നെക്സ്റ്റ് -9 മനസ്സിലാവുന്നില്ല, ഇങ്ങനെ എഴുതി നോക്കാം. -9 -2 into -3. സോ -9 + 6, ദാറ്റ് മീൻസ് -3 കിട്ടും. ആൻഡ് -3 -2 into 3, -3 -6 -9 എന്ന് കിട്ടും. സോ ഇതായിരിക്കും നമ്മളെ മെട്രിക്സ് വരുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ലീഡ് ചെയ്തു, സെക്കൻഡ് എലമെന്റും ലീഡ് ചെയ്തിട്ടുണ്ട്, ഇത് 0 ആണ്. ഇനി തേർഡ് ഇവിടെ ലീഡ് ആയിട്ടുണ്ട്, -3. സോ ഇപ്പൊ നമ്മളെ മെട്രിക്സ് എന്ന് പറയുന്നത് REFലാണ് ഉള്ളത്. സോ ദ ഫസ്റ്റ് ലീഡിങ് എലമെന്റ്, സെക്കൻഡ് ലീഡിങ് എലമെന്റ്, തേർഡ് ലീഡിങ് എലമെന്റ്. 0 റോ ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനം വരണം, ഇവിടെ 0 റോ ഒന്നുമില്ല. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലീഡിങ് എലമെന്റ് കിട്ടി. സോ ലീഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇതാണ്, തേർഡിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇതാണ്. സോ ഇപ്പൊ നമ്മുടെ മെട്രിക്സ് REFലാണ്, റോ എക്കലോൺ ഫോമിലാണ് ഉള്ളത്. ഇനി RREFയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ വേണ്ടത് പൈവേർഡ്സ് ഒക്കെ 1 ആവുക എന്നുള്ളതാണ്. സോ നമുക്കിനി RREFയിലേക്ക് പോകാം. പൈവേർഡ്സ് 1 ആവണം, ലീഡിങ് എലമെന്റ് ഒക്കെ 1 ആവണം. R1ൽ ഓൾറെഡി 1 ആണ്. ഇനി R2ലെ ഇത് 1 ആക്കാൻ -3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെയും അത് തന്നെ, -3 ആണ്, -3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. സോ R2 നമ്മൾ ചെയ്യുന്നത് R2 ഡിവൈഡഡ് ബൈ -3. നമുക്കൊരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്, ഡിവിഷൻ അത് തന്നെ. ഒരു നമ്പർ കൊണ്ട് ഒരു റോനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണല്ലോ. സോ ഇത് ചെയ്യാം. റോസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒന്നുമില്ല, ഒരു നമ്പർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഇനി നമ്മൾ R3യിൽ ചെയ്തത് ഇതേ സ്റ്റെപ്പ് തന്നെ, R3നെ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ R1ൽ ഒരു ചേഞ്ചും ഇല്ല, അതങ്ങനെ തന്നെ വെക്കാം. R2നെ -3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 1 -1. R3യിൽ 0 0 1 -9 -3 പറയുമ്പോൾ മൈനസ് ക്യാൻസലായി 9/3 3 കിട്ടും. സോ ഇപ്പോൾ ലീഡിങ് എലമെന്റ് 1 ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ലീഡിങ് എലമെന്റ് ഉള്ള കോളത്തിൽ ബാക്കി 0 ആക്കണം. ദാറ്റ് മീൻസ് 4 0 ആവണം, 2 1. ഇവരാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഈ ലീഡിങ് എലമെന്റ് ഉള്ള കോളത്തിൽ 0 വരണം. സോ ഇനി നമുക്ക് ആദ്യം വേണ്ടത് 4നെ 0 ആക്കുക എന്നുള്ളതാണ്.
4നെ 0 ആക്കണമെങ്കിൽ നമ്മൾ R1ലാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ R1നെ ചേഞ്ച് ചെയ്യുന്നത് R1 മൈനസ് എന്ത് വേണം, R2ന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ R1ലെ ഈ 1 ചേഞ്ച് ആവില്ല. ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1നെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. സോ 1 മൈനസ് 4 ഇൻറ്റു 0 0 തന്നെയാണ്. അപ്പോൾ നമുക്ക് R1 മൈനസ് 4 ഇൻറ്റു R2 എന്ന് ചെയ്യാം. സോ 1 മൈനസ് 4 ഇൻറ്റു 0 1 തന്നെ, 4 മൈനസ് 4 0 ആയി, 2 മൈനസ് 4 മൈനസ് 2, 1 മൈനസ് മൈനസ് 4. സോ 1 പ്ലസ് 4 എന്നാവും 5 ആവും. നെക്സ്റ്റ് 0 1 1 മൈനസ് 1 0 0 1 3. സോ നമുക്കിവിടെ R1ഉം R2 ഓക്കെ ആയി, സോറി കോളം 1ഉം കോളം 2 ഓക്കെ ആയി. ഇനി തേർഡ് കോളത്തിലും പൈവേർട്ട് എലമെന്റ് ഉണ്ട്. സോ ഇവിടെ 0 ആവണം, ഇതും 0 ആവണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, R1നെ തേർഡ് റോ യൂസ് ചെയ്തിട്ട് 0 ആക്കാം. R1 മൈനസ് പ്ലസ് ചെയ്താൽ മതിയല്ലോ, -2 ഇവിടെ 2 ആയിരുന്നെങ്കിൽ -2 പ്ലസ് 2 0 ആയി. സോ R1 പ്ലസ് 2 R3 ചെയ്താൽ മതി. R3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്തു. അപ്പോഴും ഇവിടെ ചേഞ്ച് വരാതെ ശ്രദ്ധിക്കണം. നമ്മൾ R3 ആണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ 0 ആയതുകൊണ്ട് അവിടെ ചേഞ്ച് വരില്ല. നെക്സ്റ്റ് നമുക്ക് R2 കൂടെ ചേഞ്ച് ചെയ്യണം. അതായത് ആ 1നെ 0 ആക്കാൻ എന്ത് വേണം, ഇത് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് R2ന്ന് R3 മൈനസ് ചെയ്ത് കൊടുത്തിട്ട് R2ൽ ഇടുക. അപ്പോൾ നമ്മുടെ R1ൽ ചേഞ്ച് വരുന്നത് 1 പ്ലസ് 2 R3 ആണ്. 1 പ്ലസ് 2 R3 1 തന്നെ വരും. 0 പ്ലസ് 2 R3 0 തന്നെ വരും. -2 പ്ലസ് 2 1, അതായത് -2 പ്ലസ് 2 0. 5 പ്ലസ് 2 ഇൻറ്റു 3 5 പ്ലസ് 6 11. ആൻഡ് R2ൽ ചേഞ്ച് ചെയ്തത് R2 മൈനസ് R3 0 മൈനസ് 0 1 മൈനസ് 0 1 മൈനസ് 1 0 -1 മൈനസ് 3 മൈനസ് 4. R3ക്ക് ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ മെട്രിക്സ് ഉള്ളത് RREFലാണ്. RREF എന്ന് പറയുമ്പോൾ എന്തായി, ലീഡിങ് എലമെന്റ്സ് ഒക്കെ 1 ആണ്. ലീഡ് ചെയ്ത എല്ലാവരും 1 ആണ്. ആൻഡ് ലീഡ് ചെയ്തവരുടെ കോളത്തിൽ ബാക്കിയെല്ലാം 0 ആണ്. അതായത് ലീഡിങ് എലമെന്റ് മാത്രമേ അവിടെ നോൺ 0 ആയിട്ടുള്ളൂ. സോ ഇപ്പോൾ മെട്രിക്സ് ഉള്ളത് RREFലാണ്. സോ ഇതാണ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ആൻഡ് ഇതാണ് റോ എക്കലോൺ ഫോം. ഇവിടെ പൈവറ്റ്സ് 1 ആവണം നിർബന്ധമൊന്നുമില്ല, ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് REFും RREFും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. ഇവിടെ ഇത് RREFലാണ് ഉള്ളത്. അതായത് ലീഡ് ചെയ്തു, ഫസ്റ്റത്തെ ആള് ലീഡ് ചെയ്തിട്ടുണ്ട് 1 ഇനി നെക്സ്റ്റ് തേർഡ് റോയിൽ ആരും ലീഡ് ചെയ്യുന്നില്ല. 0 റോ ഏറ്റവും അവസാനം വന്നിട്ടുണ്ട്. ലീഡിങ് എലമെന്റ് ഒന്നുമില്ല. സോ 2 ലീഡിങ് എലമെന്റ് ആണുള്ളത്, ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും. ലീഡിങ് എലമെന്റ് ഉള്ളതിൽ ബാക്കി എല്ലാവരും 0 ആണ്. ഇത്രയേ വേണ്ടു. ഇത് RREFലാണ്. RREFലാണ് ഒബ്വിയസ്ലി ഇത് REFലായിരിക്കും. REFലാണ്, RREFലും ആണ്. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലീഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് റോയിൽ ലീഡിങ് വരുന്നത് ഇവിടെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലീഡ് ചെയ്യണമെന്നേ ഉള്ളൂ. തൊട്ടടുത്തൊന്നുമില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലീഡ് ചെയ്യണമെന്നേ ഉള്ളൂ. 0 റോ ലാസ്റ്റ് വന്നിട്ടുണ്ട്. സോ ലീഡിങ് എലമെന്റ് ഉള്ള കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും 0 ആണ്. ഇതും RREFലാണ്. ഓക്കെ, RREFലാണ്, ഒബ്വിയസ്ലി REFലും ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 ലീഡ് ചെയ്തിട്ടുണ്ട്. ലീഡിങ് എല്ലാവരും 1 ആണ്. ആൻഡ് ലീഡിങ് വന്നിരിക്കുന്ന കോളത്തിൽ ബാക്കി എല്ലാവരും 0 ആണ്. 0 റോ ഏറ്റവും അവസാനം വന്നിട്ടുണ്ട്. സോ ഇതും RREFലാണ്. ഓക്കെ, ഇങ്ങനെയാണ് RREF നോക്കുക. RREFന് എക്സ്ട്രാ വരുന്ന പ്രത്യേകത പൈവറ്റ്സ് 1 ആയിരിക്കണം. ആൻഡ് പൈവറ്റ്സ് ഉള്ള കോളത്തിൽ അത് മാത്രമേ നോൺ 0 ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. പൈവേർഡ്സ് ഉള്ള കോളത്തിൽ മാത്രം. ബാക്കി കോളം, ഈ കോളത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇവിടെ പൈവേർഡ്സ് ഒന്നുമില്ല, ഇതൊന്നും ഒരു പ്രശ്നവുമില്ല. പൈവേർഡ്സ് ഉള്ള കോളത്തിൽ ബാക്കി എല്ലാവരും 0 ആയിട്ട് നിൽക്കണം. 0 റോ എൻഡിങ്ങിലും വരണം. ഇവിടെയും ഒരു പ്രശ്നവുമില്ല, ഇവിടെയൊന്നും പൈവേർഡ്സ് ഇല്ല. പൈവേർഡ്സ് ഉള്ള കോളം മാത്രം നോക്കുക. അവിടെ ബാക്കി നോൺ 0 ആവാൻ പാടില്ല. ഇത് മാത്രമേ നോൺ 0 ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. പൈവേർഡ്സ് 1 ആയിരിക്കേ വേണം.
അതാണ് RREF. REF ആണെങ്കിൽ പൈവറ്റ്സ് 1 ആവണം നിർബന്ധമൊന്നുമില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് സ്റ്റെയർ കേസ് പോലെ വരണം. ഇതിന്റെ പൈവറ്റ് എലമെന്റ് അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന എലമെന്റ് ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ് മോഡലിൽ വരണം. 0 റോ എൻഡിൽ വരണം. അത്രയേ ഉള്ളൂ REFന്. RREFിലേക്ക് വരണം അത് 1 ആവണം. ആൻഡ് ബാക്കി എല്ലാവരും കോളത്തിലെ ബാക്കി എല്ലാവരും 0 ആയിരിക്കണം. അപ്പോൾ അതാണ് REF ആൻഡ് RREF തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.